ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പൊട്ടറ്റോ വെച്ച് തയ്യാറാക്കാൻ പറ്റിയ രണ്ട് വെറൈറ്റി റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് കുറച്ച് ചിക്കന് കഴുകി ക്ലീൻ ആക്കി ചെറുതായി ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തവിടെ വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് മസാല തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നാരങ്ങ നീര്, പിന്നെ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് പുളിയില്ലാത്ത തൈരായിരുന്നു. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ ചിക്കൻ മസാല തേക്കണ പോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തേച്ച് കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ ഞാൻ അതിലേക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ളത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അധികം വലിപ്പമുള്ളത് എടുക്കാതിരിക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. ഈ ഒരു മീഡിയം സൈസിലുള്ളത് എടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അധികം കനം കുറച്ചും കട്ട് ചെയ്യേണ്ട, അധികം കനം കൂട്ടിയും കട്ട് ചെയ്യേണ്ട. അതാ ഈ ഒരു തിക്നെസ്സിൽ മാത്രം കട്ട് ചെയ്താൽ മതി. കാരണം നമ്മളിതൊന്ന് ഇതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ മടക്കുമ്പോൾ കിഴങ്ങ് പൊട്ടി പോകാൻ പാടില്ല. അപ്പോൾ ഇതാ ഈ ഒരു തിക്നെസ്സിൽ മാത്രം കട്ട് ചെയ്താൽ മതി. നമുക്ക് എല്ലാം അങ്ങനെ അതേ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ച് കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഈ കിഴങ്ങൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ കിഴങ്ങൊക്കെ മുങ്ങി നിൽക്കാൻ രീതിയിൽ വേണം, ഇതിൽ വെള്ളം വേണം. അപ്പോൾ അതാ കിഴങ്ങൊക്കെ നമ്മൾ കോൺഫ്ലോറിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. അപ്പോൾ അതാ നമ്മുടെ ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇതാ ഇതുപോലെ സ്റ്റിക്കാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റിക്ക് വേണം നിർബന്ധമൊന്നുമില്ല. നമ്മളെ ഈർക്കിലൊക്കെ നല്ല ഈ കഴുകി ചെത്തി കൂർപ്പിച്ചിട്ട് അതെടുത്താലും മതി. നമുക്ക് കിഴങ്ങിൻ്റെ ഒരു പീസ് എടുക്കുക, എന്നിട്ട് ചിക്കൻ്റെ ഒരു പീസ് എടുത്തിട്ട് ഈ കിഴങ്ങിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കുക നമ്മളെ കിഴങ്ങ്. എന്നിട്ട് ഇതാ ഈ സ്റ്റിക്ക് വെച്ചിട്ട് ഈ ചിക്കനും കിഴങ്ങും കൂട്ടി ഒന്ന് ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് കുത്തി കൊടുക്കുക. അതാ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മുടെ ചിക്കൻ എടുക്കുമ്പോൾ എല്ലില്ലാത്ത പീസ് വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് കാണാൻ ഏകദേശം ഒരു ബട്ടർഫ്ലൈൻ്റെ ലുക്കൊക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഇതിന് ബട്ടർഫ്ലൈ ചിക്കൻ എന്നാണ് ഇതിന് പറയുക. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം അങ്ങനെ സ്റ്റിക്ക് വെച്ച് കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ക്രിസ്പിയിൽ ചൂടോടൊക്കെ കഴിക്കാനായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ, വെറൈറ്റിയിൽ ഉണ്ടാക്കി കൊടുത്തവർക്ക് നല്ല ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും ചെയ്തോളിട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് വെച്ചിട്ട് തന്നെ മറ്റൊരു സ്നാക്ക് റെഡിയാക്കാം. അപ്പോൾ കിഴങ്ങ് ഇതേ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കുക. എന്നിട്ടൊരു വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ആ പാനിൽ തന്നെ റെഡിയാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഓരോ കിഴങ്ങും എടുത്തിട്ട് ഇതേപോലെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് തട്ടി കൊടുക്കുക. എന്നിട്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുട്ടൻ്റെ മിക്സ് ഇതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതൊന്ന് 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക. നമ്മൾ മുട്ടയൊക്കെ അല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അതാ നമ്മുടെ അടിഭാഗമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുത്തിട്ട് വേറൊരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിരിച്ചിട്ട് കൊടുക്കുക.
എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് മയോണൈസോ ടൊമാറ്റോ കച്ചപ്പോ മൊസറല്ല ചീസോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. ഞാൻ ടൊമാറ്റോ കച്ചപ്പ് മാത്രം തേച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പിസൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും, ബൈ.